ഹലോ, വെൽക്കം ടു അവർ ചാനൽ എന്ന് പറ. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് എന്താണ് ഇതിന് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മളിന്ന് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകട്ടെ. നമ്മൾ ബാറാണ് ഉണ്ടാക്കാൻ പോണേ. തണ്ണിമത്തൻ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കണേ. സോ നമ്മുടെ കയ്യിൽ മോൾഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കും? നമ്മൾ തണ്ണിമത്തൻ ബാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂർമ്മ കൊച്ചുണ്ണിയവൻ അമ്മേ തോന്നിട്ടത് പ്രേതം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ്. ടാങ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തണ്ണിമത്തൻ അത്ര ഷുഗർ ഉണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മളിവിടെ പനകൽക്കണ്ടം എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഇവമാർക്ക് കൊടുക്കാനായതുകൊണ്ട് നമ്മൾ പനകൽക്കണ്ടം എടുത്ത് അതാണ് നമ്മൾ ഷുഗർ സിറപ്പ് പോലെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ആദ്യം വെള്ളത്തിലിട്ട് അലിയിപ്പിച്ചെടുക്കാം. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പനകൽക്കണ്ടം മെൽറ്റ് ചെയ്യിപ്പിക്കാൻ പോകാൻ കേട്ടോ. ഇത് നമ്മളൊരു ഹോം മെയ്ഡായിട്ടുള്ള ആളുടെ അടുത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പ്യുവറാണെന്ന് വിശ്വസിക്കുന്നു. പ്യുവർ സാധനമായതുകൊണ്ട് നമ്മൾക്ക് കലക്കി കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ പനകൽക്കണ്ടം നന്നായിട്ട് മെൽറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അരിച്ചൊഴിക്കാം. സോ നമ്മുടെ ഒരു പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഇവിടെ പനകൽക്കണ്ടത്തിന് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതേ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കുറച്ച് ഒന്ന് എടുക്കുവാണ്. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു പൊടി പോലെയൊക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ച് പൗഡർ ആക്കിയിട്ട്. സോ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സംഭവം ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബാർ നമ്മൾ കുറച്ച് തിൻ പൊടി പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ് നമ്മൾ ചെയ്യുക? ഐസ്ക്രീമാണ്. ഇനി നെക്സ്റ്റ് ഞങ്ങൾ തണ്ണിമത്തൻ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ നമ്മുടെ തണ്ണിമത്തൻ ബാറാണല്ലോ. അപ്പോൾ നമുക്ക് തണ്ണിമത്തനാണല്ലോ മെയിൻ താരം. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ കട്ട് ചെയ്ത് അതിന് ജ്യൂസ് അടിക്കാൻ പോവാണ്. നമ്മൾ പൾപ്പാക്കിയിട്ടാണ് വെക്കുക. ഓക്കെ, സോ നമ്മൾ തണ്ണിമത്തൻ കട്ട് ചെയ്ത് പൾപ്പ് അടിക്കാൻ പോവാണ്. ഇതിന് ജ്യൂസ് ആക്കാൻ പോവാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുനുകുനാ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എന്താക്കാം? നമ്മളിനി ഇതിനെ ചെറിയ പീസസ് ആക്കാൻ പോവാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ 2-3 പീസസ് മാറ്റി വയ്ക്കാം. അതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ കടിക്കാൻ പോലെ കിട്ടാൻ വേണ്ടി. കരിക്കിൻ്റെയൊക്കെ ബാർ കിട്ടുമ്പോൾ കണ്ടിട്ടില്ലേ, കരിക്ക് ഇച്ചിരി കടിക്കാനുണ്ടാവില്ല. അതുപോലെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം, നോക്കാം നമുക്ക്. അപ്പം നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് നമ്മുടെ മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാൻ പോവാണ്. കുരു കളയുണ്ടാവും തോന്നുന്നു അല്ലേ? അപ്പം നമ്മളിത് തണ്ണിമത്തൻ ജ്യൂസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ സംഭവം ഒഴിച്ചു കൊടുക്കാം. ഏത് സംഭവം? സിറപ്പ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നല്ല ഷുഗർ കിട്ടും. നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മളിതൊന്നൊരു ഇതിലേക്ക് മാറ്റുകയാണ്. ചെറിയ തണ്ണിമത്തൻ്റെ പീസസൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിതിലേക്ക് നമ്മുടെ സംഭവം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് പേരിന് മാത്രം നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തണ്ണിമത്തനും പാലും ചോക്ലേറ്റും പിന്നെ നമ്മുടെ ഷുഗർ സിറപ്പും കൂടി ചേർന്നിട്ടുള്ളൊരു മിക്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതെന്ത് ചെയ്യാം? നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു വയ്ക്കാം. നെക്സ്റ്റ് നമ്മുടെ മോൾഡിലേക്ക് പകർത്താം നമുക്ക്. അപ്പോൾ നമ്മുടെ മോൾഡ് ഇവിടെ റെഡിയാണ്. അപ്പോൾ മോൾഡിൻ്റെ സൂത്രങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് എന്താക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 നട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു എൻഡിൽ കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കട്ടെ അല്ലേ. എല്ലാത്തിലും നമ്മൾ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
കുറച്ച് ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ നമ്മൾ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിലേക്ക്. ഇനി നമുക്ക് ഈ സംഭവം ആഡ് ചെയ്യാം കേട്ടോ. ഒഴിച്ചു വയ്ക്കാം നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ അതിൽ ആഡ് ചെയ്തു. ഓക്കെ, ഇത് നിറഞ്ഞു. ഓ, ഇതിൽ ഇച്ചിരി അധികമായി തോന്നുമല്ലോ. അത്രയും വേണ്ടായിരുന്നു ആക്ച്വലി നമുക്ക് കേട്ടോ. മോൾഡിൻ്റെ ഉള്ളിൽ നിൽക്കണം സംഭവം. ഓക്കെ, ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ നാനു, സോ നമ്മൾ ക്ലോസ് ചെയ്യാൻ കേട്ടോ എല്ലാം. എന്താവുന്നൊന്നും അറിയില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലടാ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ നാനോയാണ് വെക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം. അപ്പോൾ നമ്മൾ എന്താ നാനോ ഉണ്ടാക്കിയിരിക്കണേ? ഇനി എന്താ ചെയ്യാൻ പോണേ? നമ്മളപ്പോൾ ഇനി ഫ്രീസറിൽ വെക്കാൻ പോവാണ്. നമ്മുടെ മോൾഡൊക്കെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണത്തിന് അടപ്പ് കാണാനില്ല. അപ്പോൾ നമ്മുടെ നാനോ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കാൻ പോവാണ്. നമ്മുടെ നാനോ ഇതേ തുള്ളി വന്നിട്ടുണ്ട്. തുറക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ സംഭവം ഇതേ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് കേട്ടോ. സോറി, ഫ്രീസറിൽ വെക്കാൻ പോകണം. ഇതിൽ ഫ്രീസ് ആവട്ടെ സംഭവം. ഫ്രീസ് ആയി കഴിയുമ്പോൾ നമുക്ക് വന്നെടുത്ത് കഴിക്കാം. നമ്മുടെ നാനോ ഇതേ ഫ്രിഡ്ജൊക്കെ പൂട്ടി. ഇനി നമ്മൾ പോവാണ്. അല്ല നാനോ, ഇനി നമ്മൾ എത്ര നേരം കഴിഞ്ഞാൽ വരിക എടുക്കാൻ? വൈകുന്നേരം വരും അല്ലേ? ഇനി ഞങ്ങൾ വൈകുന്നേരം വന്ന് എടുക്കും കേട്ടോ ഐസ്ക്രീം. നമ്മുടെ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ബാർ പോലെ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് മെൽറ്റാക്കാൻ വെച്ചിട്ട് പൊക്കിയെടുക്കാം. അപ്പോൾ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. അടിപൊളി സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്യാം. എല്ലാവരും നമ്മൾ ഐസ്ക്രീം കൊടുക്കുകയാണ്. കഴിച്ചോ. ഐസ്ക്രീം പോയി ആർക്കാണ്? എനിക്ക്. നാനോയ്ക്ക്. നമ്മുടെ ദുകാൻ ഇച്ചിരി പാത്രത്തിലൊക്കെ ആയിട്ടാ വന്നേക്കണം. കളയാതെ, ഒരു തുള്ളി പോലും കളയാതെ കഴിക്കാൻ. ടേസ്റ്റ് ചെയ്യണോ? ടേസ്റ്റ് ചെയ്തൊക്കെ ടേസ്റ്റ് ചെയ്യണോന്ന്. അടുത്ത് നമ്മുടെ ജോലി മാമയ്ക്കാണ്. മമ്മിക്ക് കൊടുക്കാണ്. എല്ലാവരും ഐസ്ക്രീം അല്ല ഐസ് ബാർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിയേഴ്സ്. തീരാറായോ? ഇത്ര പെട്ടെന്ന് തീർന്നോ?